അപ്പോൾ ശിവപ്രദാസ് എന്നുള്ള ഡയറക്ട് ചെയ്ത ബേസിൽ, സിജു സണ്ണി, ബാബു ആന്റണി, സുരേഷ് കൃഷ്ണ തുടങ്ങിയ ഒരുപിടി താരങ്ങൾ ലീഡ് റോൾ ചെയ്തിട്ടുള്ള മരണമാസം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു സൈക്കോ കില്ലറിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. വയസ്സായ ആളിനെ കൊല്ലുകയും അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് ഒരു നൊമ്പരപ്പൂവൻ പഴം വിട്ടിട്ട് പോകുന്ന ഒരു സൈക്കോ കില്ലറാണ്. ഒപ്പം സിഗ്മ മെയിൽ എന്ന് സ്വയം അവകാശപ്പെടുന്ന ലൂക്ക് എന്ന ചെറുപ്പക്കാരൻ ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടറാണ്. പുള്ളിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒരു കാമുകയുണ്ട്, ഒരു അത്യാവശ്യം കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളി. അപ്പോൾ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ആണെങ്കിൽ നാട്ടുകാർക്ക് മടുത്തിട്ട് പുള്ളിനെ ചെക്കോസ്ലോവാക്കിയൊക്കെ അയക്കുകയാണ്. അപ്പോൾ ഈ സീരിയൽ കില്ലർ രാജേഷ് മാധവനാണ് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാജേഷ് മാധവൻ സീരിയൽ കില്ലറാണ്. അപ്പോൾ സീരിയൽ കില്ലർ പുള്ളിയാണ്, ബേസിലാണ് എന്നുള്ള രീതിയിൽ പോലീസ് പുള്ളി അറസ്റ്റ് ചെയ്തതോടെ ലവ് ബ്രേക്കപ്പ് ആകുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നീട് സിജു സണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിൽ കുറച്ച് ഇമോഷണൽ ടച്ച് ഒക്കെ കൊടുത്തിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. തൻ്റെ അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുകയും പുള്ളി അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ഒരു ക്യാരക്ടർ കുറച്ച് ഇമോഷണൽ സൈഡായിട്ട് പോകുന്നുണ്ട്. ബാബു ആന്റണിയുടെ ക്യാരക്ടർ ഈ സീരിയൽ കില്ലറിന്റെ അന്വേഷണത്തിന് എത്തുന്ന പോലീസ് ഓഫീസറാണ്. പുള്ളി ഒരു ഭയങ്കര ലോല ഹൃദയനാണ്. പുള്ളിക്ക് സീരിയൽ കില്ലറിനെക്കാളും വലുത് തന്നെ നായ്ക്കുട്ടിയാണ്. അങ്ങനെ കുറച്ച് പിന്നീട് നമ്മുടെ ബസ്സിലെ അരവിന്ദൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ സിജു സണ്ണി ചെയ്ത്. അപ്പോൾ പുള്ളി കണ്ടക്ടർ ആയിരിക്കുന്ന ആ ബസ്സിലെ ഡ്രൈവറും നമ്മുടെ സുരേഷ് കൃഷ്ണ ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടർ ജിതിൻ കുമാർ. അപ്പോൾ പുള്ളിക്ക് ലേറ്റ് ആയിട്ടുള്ള ഒരു മാരേജ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിഫറെന്റ്ലി എന്താ പറയുക, ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ ഒത്തുകൂടുകയും അവരൊരു പ്രത്യേക സിറ്റുവേഷനിൽ അകപ്പെടുകയും പിന്നീട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് മരണമാസം എന്നുള്ള സിനിമ. അതിനൊപ്പം തന്നെ ഒരു വയസ്സായ മനുഷ്യൻ തൻ്റെ മകൻ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഹ്യൂമറായിരുന്നു. കാരണം ഈ വൃദ്ധസദനത്തിൽ എന്തിനാണ് ആക്കുന്നത് ചോദിച്ചാൽ ഭാര്യൻ്റെ അവിടെ കയറി പിടിച്ചത് കൊണ്ടാണെന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ക്യാരക്ടറിനെ കൊല്ലാനായിട്ട് നമ്മുടെ സീരിയൽ കില്ലർ വരുന്നു. അങ്ങനെ ഈ ബസ്, ആ കഥാപാത്രങ്ങൾ, ഈ സീരിയൽ കില്ലർ ഇവരൊക്കെ ഒന്നിച്ചു കൂടുന്നു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ. ഈ സിറ്റുവേഷൻ എങ്ങോട്ടൊക്കെ ഈ സിനിമയെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ത്രൂ ഔട്ട് വളരെ അധികം ചിരിക്കാൻ സാധ്യതയുള്ള ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. കാരണം ഒരു സൈക്കോ കില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സൈക്കോ കില്ലേഴ്സും ആ സിനിമകളും കണ്ടിട്ടുണ്ടാവും. ഇത് എൻറ്റയർലി ഹ്യൂമർ ഫ്ലേവർഡ് ആയിട്ടുള്ള ഒരു സൈക്കോ കില്ലറും കുറേയധികം ചിരിപ്പിക്കാൻ സാധിക്കുന്ന കുറേയധികം കഥാപാത്രങ്ങൾ ചേർന്നൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് മൂവിയാണ് മരണമാസം എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കഴിയുന്നവരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തമാശകളും സിനിമയിൽ ഉടനീളം ഉണ്ട്. കാരണം അതിൻ്റെ ക്യാരക്ടേഴ്സ് സ്കെച്ച് അങ്ങനെ തന്നെയാണ്. ആ ക്യാരക്ടേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓരോ ഡയലോഗ്സ് ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചിരി വരുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. ബേസിൽ ജോസഫ് അറിയാം. പിന്നെ പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വൈബ് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ചില സ്ഥലത്ത് സിനിമ ഒന്ന് ലാഗ് ചെയ്യുന്നുണ്ട്. കാരണം സുരേഷ് കൃഷ്ണന്റെ ക്യാരക്ടർ ആണെങ്കിൽ കുറേ അധികം നല്ല ഡയലോഗ്സ് ആണെങ്കിലും പുള്ളിയുടെ കുറേ സിറ്റുവേഷൻസും ഭയങ്കര ചിരി തരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും കുറേ അധികം സീനുകൾ റിപ്പീറ്റേഷൻസ് കാണിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുന്നുണ്ട്. ഉദാഹരണത്തിന് ഫോൺ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇതാകുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് സെറ്റാക്കിയതാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മൂവി ആയിട്ടായിരുന്നു. എന്നാലും തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് കാണാൻ സാധിച്ചു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് കുറേ സീനുകൾ നല്ല ചിരിക്കാനുള്ള വക ഒരുക്കി കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു ഡാർക്ക് കോമഡി മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ രീതിയിൽ എടുക്കണം. ഒരു ടോം ആൻഡ് ജെറി പോലെയോ അല്ലെങ്കിൽ ഞങ്ങൾ CID മൂസ കാണുന്ന ലാഘവത്തോടെ തന്നെ ഈ സിനിമയും കാണണം. അത്രയ്ക്ക് അടിപൊളി സിനിമയാണെന്നല്ല, ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. സോ നമ്മൾ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ലോജിക്കിലിട്ട് നമ്മൾ കിടക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു എൻ്റർടൈനറാണ്, നല്ല ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.